ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കുരുവട്ടൂരികളായ ആളുകൾ നൗഷാദും ടീമും അദ്ദേഹം വീണ്ടും ബഹുമാന്യരായ പേരൂർ ഉസ്താദിനെതിരെ ഒരു ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം വൈലത്തൂരിൽ നടന്ന ഒരു പ്രസംഗം, ആ പ്രസംഗത്തിൽ കുരുവട്ടൂരികൾ വെല്ലുവിളി നടത്തിയിരുന്നു. അതിന്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമാനമായിട്ട് തന്നെ ആ വൈലത്തൂർ വെച്ച് കുരുവട്ടൂര് പ്രസംഗിച്ചപ്പോ ഒരു തഫ്സീറിൽ ഇല്ലാത്തൊരു കബളിപ്പിക്കല് കട്ട് വായിക്കുകയാണ്. ആ കട്ട് വായിക്കുന്നത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാം. അതിനു മുമ്പ് പേരൂർ ഉസ്താദിന്റെ പ്രസംഗവും നൗഷാദിന്റെ പ്രസംഗവും ഒന്ന് നമ്മൾ കേൾക്കണം. കുരുവട്ടൂരികളാണ്. ആ കുരുവട്ടൂരികൾ പറയുന്ന ആ നൗഷാദിന്റെ പ്രസംഗം ഒന്ന് കേട്ടിട്ട് ഓരോന്നായിട്ട് ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. ഈ പറയുന്ന വ്യാജ ആലിമീങ്ങളൊക്കെ നമ്മൾ വഴിപ്പെടണേലോ, നമ്മൾ അനുസരിക്കണേലോ. അല്ല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആയത്ത് വരെ അവിടെ ഓതി. ഏതിന്? ബലി 1:45 മുശാവറിനെ അംഗീകരിക്കാൻ ആയത്ത്. എവിടെ എത്തിവര്? പാരമ്പര്യത്തിൽ നിന്ന് വിട്ട് ഇവർ പുതിയ ഒരു വഴിപടുണ്ടാക്കുകയാണ്. പുതിയ ശൂറ കേട്ടോളൂ, പുതിയ പ്രസംഗത്തിൽ നിന്ന്. ഇനി പേരൂർ ഉസ്താദ് പറയുന്ന ഒരു ആയത്ത്, ആ ആയത്തും ഉസ്താദിന്റെ വിശദീകരണവും നൗഷാദിന്റെ വീഡിയോയിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കാം. അതിന്റെ ഒറിജിനൽ വീഡിയോ ഇൻഷാ അല്ലാഹ് പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഏതായാലും നൗഷാദിന്റെ ആ പ്രസംഗത്തിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുക. കേട്ടിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മറുപടി പറയാം. യാതൊരു സംശയവും ഇല്ല. സുഹൃത്തുക്കളെ, അപ്പോൾ ആലിമീങ്ങളെ പിന്തുടർന്ന് ജീവിക്കണം. ഖുർആൻ പഠിപ്പിച്ചതാണ് അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കണം. എന്നാൽ അല്ലാഹുവിന്റെ ഡയറക്റ്റ് നമുക്ക് ഇൽമ കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഡയറക്റ്റ് സഹാബത്തിന് ഇൽമ കിട്ടിയതല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇൽമ കിട്ടൂല. അപ്പോൾ ആ ഇൽമ് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരെ നിങ്ങൾ അനുസരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. പണ്ഡിതന്മാരെ 100% പിന്തുടർന്ന് മുഅ്മിനീങ്ങൾ ജീവിക്കണം. പണ്ഡിതന്മാർക്ക് അല്ലാഹു വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അത് നിഷേധിക്കാൻ പാടില്ല. ഇപ്പോൾ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് അവർക്ക് ജനങ്ങളെ അവരിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരണം, അതിനുവേണ്ടി ആലിമീകൾ അകറ്റണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർ ഒരിക്കലും തന്നെ ദീനിന്റെ വക്താക്കളല്ല. ഓ സുഹൃത്തുക്കളെ, അല്ലാഹുമായി അടുക്കണം എന്ന ചിന്തയാണ് നമ്മുടെ ഖൽബിൽ ഉണ്ടാകേണ്ടത്. അതില്ലാതെ അതെങ്ങനെ രണ്ടും കൂടി യോജിക്കാം? ഇനി ഇവൻ നൗഷാദ് പറയുന്ന വീഡിയോ പേരൂർ ഉസ്താദ് പറഞ്ഞതിന്റെ ആകത്തുക എന്താ? യാ അയ്യുഹല്ലദീന അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. അല്ലാഹുവിനും റസൂലിനും ഭയപ്പെടണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ആലിമീങ്ങൾ പറയുന്നത് എന്താണോ അതും അനുസരിക്കണം. ഇതാണ് പേരൂർ ഉസ്താദ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. എന്നിട്ട് ഇവൻ കോട്ടി മാറ്റുന്നതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. അതും കൂടെ കാണുക. ഇവൻ കോട്ടി മാറ്റുകയാണ്. പേരൂർ ഉസ്താദിന്റെ പ്രസംഗത്തെ വക്രീകരിക്കുകയാണ്. ഇത് തിരിയാഞ്ഞിട്ടല്ല, ശുദ്ധമായ മലയാളത്തിലെ പേരൂർ ഉസ്താദ് പറയുന്നത്. എന്നിട്ട് വീണ്ടും കൂട്ടി മാറ്റണം. ഇതാണ് എന്റെ പൊന്നു നൗഷാദെ. എന്തിനാണിത്? ഏതാ നൗഷാദിന്റെ വീഡിയോ? ബാക്കി കേൾക്കും നിങ്ങൾ. പറയുന്ന അർത്ഥം മക്കളൊക്കെ യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും. അല്ലാഹ്ക്ക് വഴിപ്പെടണം, റസൂലിന് വഴിപ്പെടണം. വ ഉലിൽ അംരി മിൻകും, എപി മുശാവറക്കും വഴിപ്പെടണം. എങ്ങനെയുണ്ട് അർത്ഥം? ഇങ്ങനെ ഉസ്താദ് പറഞ്ഞോ? എപി മുശാവറക്കും വഴിപ്പെടണം ഉസ്താദ് പറഞ്ഞോ? ഇത് ഇവന്റെ വക കളവ് ചേർത്തതല്ലേ? ഇനി ഇതിരിക്കട്ടെ, എപി മുശാവറ ഉള്ളതൊക്കെ ആലിമീങ്ങളാണെന്ന് കാര്യം ഉറപ്പായല്ലോ. അത് ഉറപ്പാണ്. അത് സംശയം, നിനക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം. അത് ഉസ്താദ് പറഞ്ഞില്ലല്ലോ. ഉസ്താദ് പറയാത്തത് ഇവന്റെ അത് കൂട്ടിച്ചേർക്കുകയാണ്. ഇനിയും കേട്ടു നിങ്ങൾ, ഇനിയും കേട്ടു നോക്കി. ഇവന്റെ വിടുവായുത്തങ്ങൾ വീണ്ടും കേട്ടോളൂ. അതല്ലേ ഇപ്പൊ ഈ പറഞ്ഞു വരുന്നത്. എന്നിട്ട് റാസി ഇമാമിന്റെ പേരിലൊരു കളവും. റാസി ഇമാം നിങ്ങളെ പിൻപറ്റാൻ തഫ്സീർ ചെയ്തല്ലേ? എന്നിട്ട് റാസി ഇമാമിന്റെ പേരിൽ കളവും. ഒരു നൗഷാദ് റാസി ഇമാമിന്റെ തഫ്സീർ പരിശോധിക്കാതെയാണ് താൻ ഇവിടുന്ന് പ്രസംഗിക്കുന്നത്. റാസി ഇമാമിന്റെ തഫ്സീറിൽ അതുണ്ടോ നോക്കേണ്ടതല്ലേ?
ഇനി റാസി ഇമാമിന്റെ തഫ്സീർ ഉണ്ട്, നോക്കി നിങ്ങള് റാസി ഇമാമിന്റെ തഫ്സീറിൽ അങ്ങനെ ഉണ്ടോ? നിങ്ങള് റാസി ഇമാമിന്റെ തഫ്സീറിൽ അങ്ങനെ ഉണ്ടോ? അത്തിഉല്ലാഹ ഉണ്ടോ നോക്കാല. അത്തിഉല്ലാഹ അള്ളാഹുവിന് ഭയപ്പെടണം. അത്തിഉല്ലാഹ വഅതിഉർ റസൂൽ അള്ളാഹുക്കും റസൂലിനും ഭയപ്പെടണം. വ ഉലിൽ അംരി മിൻകും നിങ്ങളിൽ നിന്നുള്ള ഉലിൽ അംറിനും ഭയപ്പെടണം. ഉലുൽ അംറി എന്നതിന് മുഫസ്സിരീങ്ങൾ വ്യത്യസ്തമായ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആരാണ് ഉലുൽ അംറ് എന്നുള്ളത്? അതിൽപ്പെട്ട ഒരർത്ഥമാണ് കൊടുക്കുന്നത്. എന്ത് ഒരർത്ഥാണ്? പിന്നെ റാസി ഇമാമിന്റെ തഫ്സീറിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. റാസി ഇമാമിന്റെ തഫ്സീറിൽ പറഞ്ഞ കാണാൻ കഴിയും, വ്യത്യസ്തമായ അർത്ഥം കൊടുത്തു. ഫൈൻ ഖീലാൽ മുഫസ്സിറൂന ദകറു ഫി ഉലുൽ അംറി വുജൂഹൻ ഉഖറ. ഉലുൽ അംറി എന്നതിൽ വ്യത്യസ്തമായ അർത്ഥങ്ങൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദക്കർത്തും നിങ്ങൾ പറഞ്ഞതല്ലാത്ത വേറെയും ചില അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റാസി ഇമാമിന്റെ തഫ്സീറിലുള്ളതാണ്. എന്നിട്ട് മഹാനവറുകൾ ഒന്നാമത് പറഞ്ഞു, അത് വിശദീകരിക്കുകയില്ല. രണ്ടാമതായിട്ട് മഹാനവറുകൾ പറയുകയാണ്, മൂന്നാമത്തെ തഫ്സീർ, ഒന്നാമത്തെ തഫ്സീറും രണ്ടാം തഫ്സീറിനും വിശദീകരിക്കുന്നില്ല, കാരണം നമുക്ക് സമയമില്ലല്ലോ. പിന്നെ മൂന്നാമത്തെ തഫ്സീർ എന്താ? വസാലിസുഹാ ഉലുൽ അംറി എന്നതിന്റെ വിവക്ഷ തഫ്സീർ എന്താ? അൽ മുറാദു ഉദ്ദേശം, അൽ ഉലമാഉ ആലിമീങ്ങളാ. അല്ലദീന എങ്ങനത്തെ ആലിമീങ്ങളാണ്? യുഫ്തൂന ഫിൽ അഹ്കാമി അശ്ശറഇയ്യ ശറഇയ്യായ ഹുക്മുകളിൽ ഫത്വ കൊടുക്കുന്ന ആലിമീങ്ങൾ. വയുഅല്ലിമൂന അന്നാസ ദീനഹും ജനങ്ങൾക്ക് അവരുടെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആലിമീങ്ങളും. ആ ആലിമീങ്ങളാണ് ഉലുൽ അംറി എന്നതിന്റെ അർത്ഥം. അപ്പൊ റാസി ഇമാം പറഞ്ഞത് എന്താ? അത്തിഉല്ലാഹ് അള്ളാഹ് പറഞ്ഞതിന്റെ അർത്ഥം എന്തായി? അത്തിഉല്ലാഹ അള്ളാഹ്ക്ക് ഭയപ്പെടണം. അത്തിഉർ റസൂല അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല അള്ളാഹ്ക്കും റസൂലിന് ഭയപ്പെടണം. ഉലുൽ അംരി മിൻകും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ദീൻ പഠിപ്പിക്കുന്ന, നിങ്ങളുടെ മതത്തിന്റെ ശരീഅത്തിന്റെ ഹുക്കുമുകളെല്ലാം ഫത്വ കൊടുക്കുന്ന ആലിമീങ്ങൾ അവർക്കും ഭയപ്പെടണം. ഇതല്ലേ ഉസ്താദും പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് റാസി ഇമാമിന് ഒരു കളവ് പറയുന്നു എന്ന്. എന്നാ ഉസ്താദെ ഉളുപ്പുണ്ടോ നിനക്ക് ഈ കിതാബ് നോക്കാതെ പറയാൻ? പേര് ഉസ്താദിനെതിരെ കൊഞ്ഞനം കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. റാസിയിലില്ല, നോക്ക് നിങ്ങള്. ഇനി റാസിയിൽ ഇബാറത്ത് ഇല്ല എന്ന് നൗഷാദ് എന്റെ വെല്ലുവിളി ഏറ്റെടുക്കോ? അപ്പൊ അത്തിഉല്ലാഹ് അത്തിഉർ റസൂൽ പേരോട് ഉസ്താദ് പ്രസംഗിച്ച് ശരിയാണ്, തെറ്റായിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് എന്താ പേരോട് ഉസ്താദിനുള്ള വല്ലാത്തൊരു ദേഷ്യം, വെറുപ്പ്, ഒരു തഅസ്സുബ്. അത്ര പറയാനുള്ള നൗഷാദെ നിന്റെ ഹൃദയം ശുദ്ധിയാക്കാൻ സമയമായിട്ടുണ്ട്. ഇങ്ങനെ റാസി ഇമാം ഒരു തഫ്സീർ പറഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നൗഷാദ് അടുത്ത വേദി കെട്ടുമ്പോൾ തയ്യാറുണ്ടോ? വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ഇനി നോക്ക് നിങ്ങള്, ഇനി വേറെ തഫ്സീറിന്റെ പേരിലും കട്ട് വായിക്കുന്നത് കേട്ടോളി. തഫ്സീറിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഉലുൽ അംർ വിശദീകരിക്കുകയാണ് അല്ലാമ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു. അവിടത്തെ തഫ്സീർ ബഹ്റുൽ മദീദ് മഹാൻ പറയുന്നത് കണ്ടോ? ഉലുൽ അംർ ആരാണ്? ഹും ശുയൂഖുത് തർബിയ അൽ ആരിഫൂന ബില്ലാഹ്. അല്ലാഹുവുമായി കണക്ഷൻ ഉള്ളവർക്ക് ആ കിതാബിന് ഇബാറത്ത് വായിക്കാനാ വെല്ലുവിളിച്ച്. റാസി ഇമാമിന്റെ തഫ്സീർ പരിശോധിക്കുന്നില്ല. ഇനി ഇവൻ തന്നെ കട്ടത്, ഇവൻ തന്നെ ഒരു കിതാബ് കട്ടതില്ല. നമ്മൾ കേട്ടല്ലോ, ഒന്നിന് കേട്ടോ. തഫ്സീറിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഉലുൽ അംർ വിശദീകരിക്കുകയാണ് അല്ലാമ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു. അവിടത്തെ തഫ്സീർ ബഹ്റുൽ മദീദ് മഹാൻ പറയുന്നത് കണ്ടോ? ഉലുൽ അംർ ആരാണ്? ഹും ശുയൂഖുത് തർബിയ അൽ ആരിഫൂന ബില്ലാഹ്. കണ്ടോ നിങ്ങള്? തഫ്സീർ വായിച്ചരാ, തഫ്സീർ കാണിച്ചരാ. ഇവൻ കക്കുന്നതും തഫ്സീറും കണ്ടോളി. നിങ്ങൾ തഫ്സീർ കണ്ടോളി. ഇതാണ് അൽ ബഹ്റുൽ മദീദ് എന്ന കിതാബ്. ആ കിതാബിൽ കാണോ ഉലുൽ അംറി ഇൻദ സൂഫിയ്യത്ത്. അത് കട്ടു ഹും ശുയൂഖുത് തർബിയ എന്ന. അത് സൂഫിയ കട്ടത് എന്തിനാണ്? അപ്പൊ അത്തിഉല്ലാഹ് വഅത്തിഉർ റസൂല വ ഉലുൽ അംരി മിൻകും എന്ന് പറഞ്ഞ ശുയൂഖുത് തർബിയ ആരുടെ ഇരിക്കലേ കക്കിനെന്തിനാണ്? ഈ ഇന്ദ സൂഫിയ എന്ന് കട്ട് കഴിഞ്ഞാൽ ഇവൻ ആശയം പൂർത്തിയാവും. ഇന്ദ സൂഫിയ എന്ന് കക്കാതെ വായിച്ചാലോ ഇവരെ കള്ളി വെളിച്ചത്താവും. എന്താണത്? ഉലുൽ അംറി. അതാണ് ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ഇന്ദ സൂഫിയത്തി, സൂഫിയാക്കൾ, ഒറിജിനൽ സൂഫിയാക്കന്മാർ,
ഒറിജിനൽ ഷെയ്ഖിന്റെയും ത്വരീഖത്തിന്റെയും മുരീദിന്റെ ആളുകൾ, ഒറിജിനൽ ത്വരീഖത്തിന്റെ ആളുകൾ, യഥാർത്ഥ ത്വരീഖത്തിന്റെ ആളുകൾ അതാരാണ്? അത് സൂഫിയാക്കന്മാരുടെ അരികിൽ ഉലുൽ അംർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരാണ് എന്നാണ്. അതല്ലാതെ വെറുതെ എല്ലാവർക്കും ബാധകമാണ് എന്നല്ല അതിന്റെ അർത്ഥം. എന്നിട്ട് ഇവർ എന്തിനാ നൗഷാദിന്ന് കട്ട് വായിക്കുന്നത്? അത് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ആശയപൂർത്തിയായി. ഇന്ത സൂഫിയത്തി, സൂഫിയാക്കളരികിൽ, സൂഫി ചിന്താഗതിയുള്ള തസവുഫിന്റെ ത്വരീഖത്തിന്റെ മശായിഖന്മാർ എന്ന് പറയുന്ന ആ വലിയ മഹാന്മാരരികിൽ അവരാരാണ്? അവരുടെ തർബിയത്താണ്. അപ്പൊ ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ തർബിയത്താണ്. ആർക്ക്? എല്ലാവർക്കും അല്ല. ഈ സൂഫിയാക്കലായ ആളുകൾ, സൂഫി ചിന്താഗതിയിലെ ആളുകൾ, അവർക്കാണത് ബാധിക്കുന്നത്. അപ്പൊ അവരെന്താണ്? അവർ ഷെയ്ഖ് എന്ന് പറയുന്നുവോ ആ പറഞ്ഞ് കേൾക്കണം. എന്നിട്ട് മഹാനവർ ഷെയ്ഖിനും മുരീദിനൊക്കെ ഉണ്ടായിരിക്കുന്ന നിബന്ധനകളാണ് അൽ ബഹ്റുൽ മദീദ് എന്ന കിതാബ് തഫ്സീറിൽ പറയുന്നത്. എന്നിട്ട് ഇത് കോട്ടിമാറ്റിക്കൊണ്ട് പറയാം. കിതാബ് വായിക്കുമ്പോ കക്കാതെ വായിച്ചുകൂടായിരുന്നോ? നോക്ക് നിങ്ങളെ, ഒന്ത സൂഫിയത്തിൽ നിന്നുണ്ടേ. ആ ഇന്ത സൂഫിയത്ത് വായിച്ചാൽ തീരുമാനമാവും. അത് അർത്ഥം വെക്കുമ്പോ മനസ്സിലാക്കും സൂഫിയാക്കന്മാരായ ആളുകൾ. അപ്പൊ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല ഉലുൽ അംരി മിൻകും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം? സൂഫി ചിന്താഗതികളുള്ള സൂഫിയാക്കന്മാരുടെ ആരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല ഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഷെയ്ഖ് എന്ന് പറയുന്നുവോ മുരീദിനെ സംബന്ധിച്ചിടത്തോളം സൂഫി ആളുകളുടെ ത്വരീഖത്തിന്റെ മശായിഖന്മാർ തസൂഫി ചിന്തയുള്ള ആളുകളിലേക്ക് ചേർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങൾ നിങ്ങളെ ഷെയ്ഖിനെ പരിഗണിക്കണം, ഷെയ്ഖിനെ നിങ്ങൾ സ്വീകരിക്കണം, ഷെയ്ഖ് പറഞ്ഞത് കേൾക്കണം. അതാണ് പറഞ്ഞതിനർത്ഥം. എന്നല്ലാതെ പേരുസ്താദ് പറഞ്ഞത് വൈരുദ്ധ്യമാകുന്നില്ല. വൈരുദ്ധ്യമാകാൻ വേണ്ടി വെറുത്തി തിരിക്കുന്ന ഏർപ്പാടല്ലേ ഇന്ത സൂഫിയത്ത് കട്ടുകൊണ്ട് പറഞ്ഞത്? എന്തിനാ കട്ട് വായിക്കുന്നത്? അപ്പൊ നോക്കി നിങ്ങള്, തഫ്സീർ റാസി ഉള്ളതാണ്. ഏത് ഇബാറത്ത് വായിക്കാന്ന് കണ്ടിട്ടില്ല. നൗഷാദ് ഇതൊക്കെ പറഞ്ഞു ശ്രദ്ധിക്കണം. ഇമാമിയെ വലിയ കളവാണ് പറയുന്നത്. മരിച്ചു പോണ്ടേ? ഈ പേരുസ്താനെ കുറ്റം പറഞ്ഞതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടാൻ? ഒന്നും കിട്ടാനില്ലല്ലോ. ഇനി എന്തിനാണ് വെറുതെ ആ ഈ പണ്ഡിതന്മാരല്ലേ ഈ ബത്തും നിമിമത്തും പറഞ്ഞ് നടക്കേണ്ട ആവശ്യം? ഇതാണോ ഒറിജിനൽ സൂഫി ചിന്താഗതി? താങ്കൾ ഈ ബത്തും നിമിത്തം പറയലാണോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സഹോദരന്മാരെ, കിതാബ് കട്ട് വായിക്കുക. പേരോസ്താന പ്രസംഗത്തിൽ ഒരു തെറ്റും വന്നിട്ടില്ല. കബളിപ്പിക്കൽ മാത്രം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ മാത്രം. ഈമാൻ അല്ല ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഇഖ്ലാസ് അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ജനങ്ങൾ തിക്കലുമല്ല വിശ്വാസം, അതുമല്ല ഇവരുടെ ലക്ഷ്യം. പിന്നെ എന്താണ് ഇവരുടെ ലക്ഷ്യം? പണ്ഡിതന്മാരെ കരിവാരിത്തേക്കുകയും ആലിമീങ്ങളെ ചീത്ത വിളിക്കുകയും ആലിമീങ്ങളെ പരിഹസിക്കുകയും. അതുകൊണ്ട് എന്തുണ്ടാവും? ആലിമീങ്ങളുടെ ഒരു ആലിമീങ്ങൾക്ക് ഒരു കുറവും വരുത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, അഹ്ലുസ് സുന്നത്ത് ജമാഅത്തിന്റെ പേരുസ്ഥാനെ പോലത്ത, പൊന്മുളസ്ഥാനെ പോലത്ത, സുൽത്താൻ മൈത്തിസ്ഥാനെ പോലെയുള്ള ആലിമീങ്ങൾ ഒരു പോറൽ ഏൽപ്പിക്കാൻ പറ്റുന്നില്ല. അവരോട് ജനങ്ങളുടെ മനസ്സിൽ അവരോടുള്ള മഹബത്ത് കൂടുന്നു എന്നല്ലാതെ കുറക്കാൻ പറ്റുന്നില്ല. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് സഹോദരന്മാരെ, സംശയങ്ങൾ കമന്റ് ചെയ്യുക. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി.